ഗൈസ് ഞാനൊരു ലിപ്സ്റ്റിക്ക് വാങ്ങാൻ പോയതാണേ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു മേക്ക് ഓവർ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യുക, അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടോ. ഞാൻ കുറേ പറഞ്ഞു ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല, ആകെ ഒരു സീറോം സൺസ്ക്രീമും അതൊക്കെ ഞാൻ തേക്കാറുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവർ സമ്മതിച്ചില്ല, ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊന്ന് നിന്നെടുത്തു. പക്ഷേ എനിക്ക് മേക്കപ്പ് ചെയ്താൽ ഒരു രസവും ഉണ്ടാവില്ല ഗൈസ്. അപ്പം ഞാൻ ഒരു നല്ല അടിപൊളി കളറ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇന്നോസിന് പല്ല് പറിക്കാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ. മുന്നിൽ ഒരു പല്ലിങ്ങനെ ആടുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ ഒരു പല്ലിങ്ങനെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിന് നല്ല പെയിനുണ്ട്. ഞാൻ പറിച്ച് തരാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒട്ടും സമ്മതിക്കില്ല കേട്ടോ. അപ്പം ഞാൻ നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവർ ഒറ്റ പിടിച്ച് വലിച്ചപ്പോൾ തന്നെ ആ പല്ല് അങ്ങോട്ട് വന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു ഐസ്ക്രീം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇവനത് കേൾക്കാൻ നിൽക്കുകയാണേ. അതിൻ്റെ മുമ്പേ തന്നെ എന്നോട് പറഞ്ഞു ഒരു ഐസ്ക്രീം വാങ്ങി തരുമോ എന്ന് വെച്ചിട്ടോ. അപ്പോൾ എനിക്ക് ഒരാഴ്ചയായിട്ട് പനിയാണ്. അപ്പം എൻ്റെ പനി ഇവനിക്ക് എന്തായാലും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറിൻ്റെ ഇത് പറഞ്ഞതുകൊണ്ട് അവന് ഐസ്ക്രീം ഒരെണ്ണം വാങ്ങിക്കൊടുത്തു. അപ്പം മുന്നിൽ അവനക്ക് കടിക്കാൻ വയ്യേ. അപ്പം ഞാൻ എന്നെക്കൊണ്ട് കടിക്കാനും പറഞ്ഞു. എനിക്ക് പിന്നെ പനി ഇല്ലാതെ ഇരുന്ന പനി എനിക്ക് പിന്നെയും വന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇന്നൂസിനും പനിയാണ് കേട്ടോ. അങ്ങനെ ഇന്നൂസിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി വന്നു. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.